263 പോളിംഗ് സ്റ്റേഷനുകൾ, 19 റൗണ്ടിൽ വോട്ടെണ്ണൽ, 14 ബൂത്തുകളിലായുള്ള 14 ടേബിളുകളിലായുള്ള വോട്ടെണ്ണലിന്റെ അന്തിമ വിധി എന്ത് എന്ന ജനം കാത്തിരിക്കുമ്പോൾ, കേരളം കാത്തിരിക്കുമ്പോൾ, രാഷ്ട്രീയ ലോകം കാത്തിരിക്കുമ്പോൾ, LDFന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് പുലർച്ചെയുള്ള രാജറാണിക്ക് അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ടാകണം. അമൽനാഥ് പാടിച്ചാൽ എം സ്വരാജിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. വിനിഷ, ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ വന്ന് നിലമ്പൂരുകാരോട് പറഞ്ഞത് എം സ്വരാജിനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ നിയമസഭയിലേക്ക് അയക്കൂ. നിയമസഭയിൽ കാത്തിരിക്കുന്നുണ്ട് എം സ്വരാജിനെ. നിയമസഭയിൽ കിട്ടണം എം സ്വരാജിനെ. അവിടെ നിയമസഭയിൽ എം സ്വരാജിന്റെ പ്രസംഗങ്ങൾ കേൾക്കണം, നിലപാട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനത അത് നിലമ്പൂരിൽ എം സ്വരാജിന് വേണ്ടി പ്രകടനമായും പ്രചാരണത്തിനുമായും ഒക്കെ പ്രത്യക്ഷത്തിലെത്തുമ്പോൾ ഇന്ന് രാജറാണിയിൽ എത്തിയിട്ടുണ്ടാകണം എം സ്വരാജ് വീട്ടിൽ. തിരിച്ച തിരുവനന്തപുരത്തേക്ക് അതേ രാജറാണിയിൽ എം സ്വരാജിനെ കയറ്റിവിടാൻ ഒരു നിലമ്പൂർ ജനത ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ അന്തിമ ഫലം ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ ആകാംക്ഷയേറ്റുന്നതാണ്. എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത്? വിനിഷ, തീർച്ചയായും ഇന്ന് രാവിലെയോടുകൂടി തന്നെ എം സ്വരാജ് വീട്ടിലേക്ക് എത്തി. അല്പസമയത്തിനകം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ക്യാമ്പ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഓരോ ദിവസങ്ങളിലും, അതായത് സ്വീകരണ പരിപാടികളായിരുന്നു ആദ്യ ഒരു 3 ആഴ്ചക്കാലം ഉണ്ടായിരുന്നത്. ആ ഓരോ സ്വീകരണ പരിപാടികളിലും ഈ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ജനപിന്തുണ അതുതന്നെയാണ് LDFന്റെ ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പാർട്ടി പ്രവർത്തകർ എന്നതിലപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളും ഇദ്ദേഹത്തെ നെഞ്ചേറ്റുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും വലിയ ജനത്തിരക്ക് തന്നെ കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ജനപ്രിയനായിരുന്നു, അല്ലെങ്കിൽ ഈ നിലമ്പൂരിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് ആദ്യ ഘട്ടം മുതൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഈ നിലമ്പൂരിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് UDF ആയിരുന്നു. അതിന് ഒരു 2 ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത്. എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി UDF പിന്നീട് ചിത്രത്തിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും LDFന്റെ അല്ലെങ്കിൽ എം സ്വരാജിന്റെ ഗ്രാഫ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ വികസനം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലത്ത് സംസ്ഥാനത്തും ഒപ്പം തന്നെ നിലമ്പൂരിലും ഉണ്ടായിരുന്ന വികസനങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടായിരുന്നു LDFന്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നത്. ഒരു സുവർണ കാലഘട്ടം, കഴിഞ്ഞ 9 വർഷക്കാലം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചൊരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഓരോ മേഖലകളിലും ഉണ്ടായിരുന്ന വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു LDFന്റെ ക്യാമ്പയിൻ. അത് വിദ്യാഭ്യാസ മേഖല, ഒപ്പം തന്നെ ആരോഗ്യ മേഖല, അങ്ങനെ എല്ലാ മേഖലകളിലും കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് ഓരോന്നും എണ്ണിപ്പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി എത്തിയിട്ടുള്ള ഏകദേശം 3 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. 7 പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ പൊതുയോഗങ്ങളിലും അത്തരത്തിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകർ എന്ന് മാത്രം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല, അതായത് LDF അനുകൂലികൾ എന്ന് നമുക്ക് മാത്രം പറയാൻ വേണ്ടി സാധിക്കില്ല. മറ്റ് എല്ലാ വിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ച് യുവതലമുറയെ കൂടുതലായി സ്വാധീനിക്കാൻ വേണ്ടി എം സ്വരാജിന് സാധിച്ചു എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ഒരു 9 വർഷക്കാലമായി കേരളത്തിലും നിലമ്പൂരിലും ഉണ്ടായിരുന്ന വികസനങ്ങളൊക്കെ തന്നെയും കണ്ടു വളർന്നവരാണ്, അതായത് അനുഭവിച്ചു വളർന്നവരാണ് അവർ. അത് അനുഭവത്തിൽ നിന്നും അത് കണ്ട് അത്തരത്തിൽ ഈ എം സ്വരാജിന്റെ കൂടെ നിൽക്കണം, എം സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരവധി പേർ ഇത്തരത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗമാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ എം സ്വരാജ് പഠിച്ച കോളേജിലെ വിദ്യാർത്ഥികൾ കൂടെ ഉണ്ടായിരുന്നവരും ഒപ്പം തന്നെ അധ്യാപകരും ഒക്കെ കൂട്ടൊരു സംഗമം നടത്തിയിരുന്നു. അതിൽ പറഞ്ഞ ഒരു വാക്ക്, വളരെ വൈറലായ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അതായത് അന്ന് എം സ്വരാജിന്റെ കൂടെ പഠിച്ച് KSU പ്രവർത്തകയായ ഒരാൾ പറഞ്ഞതാണ്, അതായത് രാഷ്ട്രീയത്തിനപ്പുറം തൻ്റെ വോട്ട് ഇത്തരത്തിൽ എം സ്വരാജിനായിരിക്കും എന്ന രീതിയിൽ. അതായത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം എം സ്വരാജ് എന്ന വ്യക്തിക്ക് അദ്ദേഹം മികച്ച പ്രാസംഗികനാണ്, മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാളാണ്, എഴുത്തുകാരനാണ്, വായനക്കാരനാണ്. ഇതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറണം എന്ന് ആഗ്രഹമുള്ളവരാണ് നിലമ്പൂരിലെ ജനത. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം എം സ്വരാജ് എന്ന വ്യക്തിക്ക് ഒപ്പം തന്നെ LDFന്റെ വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നവരാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ജനത എന്ന് പറയണം. അത്തരത്തിൽ വലിയൊരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി എം സ്വരാജിന് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.